നമസ്കാരം. ഇസ്രായേലിലെ ബോംബ് കഥകളല്ലേ എല്ലാവരും കൂടുതൽ കേൾക്കാറുള്ളത്. അതുകൊണ്ട് ഇന്ന് വേറൊരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇസ്രായേലിലെ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ലോണ്ടറി സംവിധാനമാണ് ഈ വീഡിയോ കൂടെ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആയിക്കോട്ടെ. ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ലോണ്ടറി സംവിധാനമാണ്. അവിടെ കൊടുത്തേക്കുന്ന ഒരു ഫോട്ടോ ആണ് എന്നെ മെയിനായിട്ട് ആകർഷിച്ചത്. ഇതുണ്ട്, ഇന്ത്യയിൽ പോയപ്പോൾ ആരോ എടുത്തൊരു ഫോട്ടോ ആണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇതാണ് ഇവിടെ മെഷീൻ ഉള്ളത്. ഇവിടെ നമുക്ക് 20 ഷെക്കൽസ് നമുക്ക് നമ്മുടെ തുണികളെല്ലാം അലക്കിയെടുക്കാം. 20 മിനിറ്റ് വാഷ് ചെയ്യും. അതിന് നമ്മൾ ഒന്നെങ്കിൽ 5 ഷെക്കൽ കോയിൻ വെച്ച് ഇതിൻ്റെ അകത്ത് 4 വിടാം, അല്ലെ 10 ഷെക്കലിൻ്റെ 1 ഷെക്കലിൻ്റെ ഒക്കെ ഇതിൻ്റെ അകത്ത് വിടാം. അങ്ങനെ 20 ഷെക്കൽ ഇട്ട് കഴിയുമ്പോഴാണ് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്ക് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തി നമുക്ക് ഈ തുണികൾ കഴുകിയെടുക്കാൻ പറ്റും. അങ്ങനെ 20 മിനിറ്റ് അതിൻ്റെ അകത്ത് കഴുകിയെടുത്തതിന് ശേഷം ഇവിടെ ഡ്രയർ സംവിധാനമുണ്ട്. 10 മിനിറ്റിന് 5 ഷെക്കൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തുണികൾ ഇതിൻ്റെ അകത്ത് ഡ്രൈ ആക്കി എടുത്ത് നമുക്ക് പോകാം. അത് കൂടുതൽ സമയം വേണമെങ്കിൽ വീണ്ടും ഒരു 5 ഷെക്കലോട് ഇട്ട് കൊടുത്ത് 10 മിനിറ്റൊക്കെ ആയിട്ട് നമുക്ക് തുണികൾ ഡ്രൈ ചെയ്തെടുത്തോണ്ട് പോകാം. അപ്പോൾ ബോംബ് മാത്രമല്ല, ഇവിടെ ഇങ്ങനത്തെ ചില നല്ല കാഴ്ചകളുണ്ടെന്നുള്ളത് കാണിക്കാൻ പോവുകയാണ് ഈ കുഞ്ഞ വീഡിയോ കേട്ടോ. നമ്മുടെ തുണികളെല്ലാം അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ സോപ്പ് പൗഡറും ലിക്വിഡായിട്ടുള്ള ഒരു ചെറിയൊരു സാധനമുണ്ട് നമ്മുടെ ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട്. അതുകൂടെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടയ്ക്കുക, നമ്മുടെ കാർഡ് വെച്ച് ഇവിടെ പേയ്മെൻറ്റ് നടത്തുക. ഓക്കെ, പേയ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. 29 മിനിറ്റാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയുള്ള പരിപാടി. ഇനി അരമണിക്കൂർ എവിടെയെങ്കിലും മാറി നിന്ന് ചായയോ കാപ്പിയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വരിക. നല്ല സംവിധാനമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇതോ ഒരു സൗകര്യമാണെങ്കിലും എന്നെ ഈ ഫോട്ടോ വല്ലാണ്ട് ആകർഷിച്ചു. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ രസകരമായ കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ബൈ.